സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ 1ാം റാങ്ക് തിളക്കവുമായി അവിനാശ്. കുമ്പള നാരായണമംഗലം സ്വദേശിയായ അവിനാശിന് ഇലക്ട്രോണിക് എഞ്ചിനീയർ ആകാനാണ് താൽപര്യം. രാജ്യം നേരിടാൻ പോകുന്നത് കടുത്ത വരൾച്ചയായിരിക്കുമെന്ന് CPCRI ഡയറക്ടർ ഡോക്ടർ ചൌദപ്പയുടെ മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായി ഡോക്ടർ ചൌദപ്പ. ബോധവൽക്കരണം കെട്ടുകാഴ്ചയാകുന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ മറയില്ലാതെ മാലിന്യം നിക്ഷേപിക്കുന്നു. നഗരം ഡെങ്കിപ്പനി ഭീതിയിൽ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണം നടക്കുന്നതായി KSU പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹയർ സെക്കൻഡറി VHSC മേഖലയിൽ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. KSTA ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വേദനകൾ മറന്ന് വൈകല്യങ്ങളെ തോൽപ്പിച്ച ബഡ് സ്കൂൾ കുട്ടികൾ. വിജയകഥകൾ പങ്കിട്ട പെരിയയിൽ മഹാത്മാ ബഡ് സ്കൂൾ വാർഷികാഘോഷം നടന്നു. വാർത്തകൾ വിശദമായി. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കാസർഗോഡിന് 1ാം റാങ്കിന്റെ തിളക്കം. താരമായി അവിനാശ്. കുമ്പള നാരായണമംഗലം സ്വദേശിയായ അവിനാശ് പട്ടികവർഗ വിഭാഗത്തിലാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അപ്രതീക്ഷിതമായിരുന്നു അവിനാശ് ആ വാർത്ത അറിയുന്നത്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ 1ാം റാങ്ക് അവിനാശിനാണെന്ന് ആദ്യം അറിയിച്ചത് പത്രക്കാരാണ്. മാധ്യമപ്രവർത്തകർ തിരക്കിയെത്തിയപ്പോൾ അവിനാശ് ശരിക്കും ഞെട്ടി. ഒരിക്കലും റാങ്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്ന് ഈ 1ാം റാങ്കുകാരൻ പറയുന്നു. എഞ്ചിനീയറിംഗിന് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കാനാണ് അവിനാശിന് താൽപര്യം. പുത്തൂർ വിവേകാനന്ദ കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സ്ട്രീമിലായിരുന്നു അവിനാശ് പ്രീ ഡിഗ്രി ചെയ്തത്. വീട്ടുകാരുടെ പ്രോത്സാഹനവും കോളേജിലെ പ്രത്യേക കോച്ചിങ്ങും വിജയത്തിന് മാറ്റിക്കൂട്ടിയെന്ന് അവിനാശ് പറയുന്നു. എഞ്ചിനീയറിംഗിലെ ഇൻട്രസ്റ്റ്, സർക്യൂട്ട്സ് അങ്ങനെ. ഏത് മേഖലയിലാണ് താല്പര്യം? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഭാവിയിൽ ഏത് തരത്തിലുള്ള എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഏത് മേഖലയിലാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ടെലികമ്മ്യൂണിക്കേഷൻ. കുമ്പള നായിക്കാപ്പിലെ നാരായണമംഗലം സ്വദേശിയായ അവിനാശ് ഈശ്വരകുട്ടിയ വസന്തി ദമ്പതികളുടെ ഇളയ മകനാണ്. സഹോദരി അക്ഷത പടനക്കാട് കാർഷിക കോളേജിൽ 3ാം വർഷ BSc വിദ്യാർത്ഥിനിയാണ്. രാജ്യം നേരിടാൻ പോകുന്നത് കടുത്ത വരൾച്ചയായിരിക്കുമെന്ന് CPCRI ഡയറക്ടർ ഡോക്ടർ ചൌദപ്പ. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായും ചൌദപ്പ. കാസർഗോട്ടാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് വരാനിരിക്കുന്നത് കൊടും വരൾച്ചയാണെന്നും കർഷകർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കോടികളുടെ വിളനാശം സംഭവിക്കുമെന്നും CPCRI ഡയറക്ടർ ഡോക്ടർ ചൌഡപ്പ പറഞ്ഞു. കാസർഗോഡ് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് കാലവർഷം സംബന്ധിച്ച സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എല്ലാ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിളനാശം ഒഴിവാക്കാൻ എന്തെല്ലാം നടപടി സ്വീകരിക്കണമെന്ന കാര്യം ഡയറക്ടർ വിശദീകരിച്ചു. വിളനാശം ഒഴിവാക്കാൻ കർഷകർ ഇപ്പോൾ തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. പ്രധാനമായും തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയ വിളകൾക്കാണ് വിളനാശം സംഭവിക്കാൻ സാധ്യതയുള്ളത്. തെങ്ങിന് കൂമ്പുചീയൽ രോഗവും കവുങ്ങിന് മഹാളി രോഗവും കൊക്കോയ്ക്ക് കായചീയൽ അഥവാ കരിങ്കായ രോഗവുമാണ് കണ്ടുവരുന്നത്. Today the farmers mainly go for horticulture crops due to the high profitability. So last year the horticulture production is around 268 million tons. Our grain production only 254. So the horticulture production has surpassed the grain production mainly because of a high profitability and good support from the research institutes. So the plantation crops are an integral part of the horticulture. So plantation crops are being grown even though less than a 2% area. Less than 2% area are being grown. Our total exports will be to the tune of 3,700 crores. This is the biggest amount is being realized through exports. The plantation crops are contributing a major amount to the GDP of the agriculture. So having said this, the plantation crops are mainly grown in high humid tropic areas. Now, major crops the CPCRI is dealt with coconut, arecanut and cocoa. So we want to concentrate only these 3 crops only plus cropping systems.
മഹാളി രോഗത്തിന് ബോഡോ മിശ്രിതം മഴയ്ക്ക് മുമ്പ് തന്നെ തളിക്കുക എന്നതാണ് രോഗം വരാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത്. കൂമ്പുചീയൽ രോഗം കണ്ടുവരുന്ന തെങ്ങിന്റെ മണ്ടയിൽ മാങ്ങോസം എന്ന ജൈവ കീടനാശിനി 5 ഗ്രാം വീതമുള്ള 2 സാഷെ പാക്കറ്റുകളിൽ തിരിയോലയുടെ കവിളുകളിൽ വെക്കണം. മലയോര പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത്തരം രോഗങ്ങൾ കണ്ടുവരുന്നത്. കൊക്കോയുടെ കായചീയൽ രോഗത്തിനും ജൈവ കീടനാശിനി ഫലപ്രദമാണ്. വരൾച്ച തടയാൻ മണ്ണിന്റെ ജലാംശം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനവും നടത്തണം. മഴക്കൊയ്ത്തും നീർത്തടാധിഷ്ഠിത പ്രവർത്തനങ്ങളും നടത്തുകയും വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ അവബോധം വളർത്തുന്നതിന് CPCRI എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായ ബോധവൽക്കരണ ക്ലാസുകളും നൽകുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ CPCRI ഡയറക്ടറെ കൂടാതെ ശാസ്ത്രജ്ഞരായ ഡോക്ടർ KP ഹെബ്ബാർ, ഡോക്ടർ മുരളീധര, ഡോക്ടർ അനിത കരുൺ, ഡോക്ടർ തമ്പാൻ എന്നിവരും സംസാരിച്ചു. ഡെങ്കിപ്പനി പടരുമ്പോൾ മാലിന്യ നിക്ഷേപം തടയാൻ നടപടിയില്ല. കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റിന് സമീപമാണ് മാലിന്യ നിക്ഷേപം ദുരിതമാകുന്നത്. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്ന് പറഞ്ഞ പോലെയാണ് കാഞ്ഞങ്ങാട് നഗരത്തിലെ കാര്യങ്ങൾ. മുൻവർഷം ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതരെ കണ്ടെത്തിയത് മത്സ്യ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവരിലും സമീപ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരിലുമായിരുന്നു. മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഫലപ്രദമായ മാർഗങ്ങൾ ഏറെയുണ്ടായിട്ടും നടപടി സ്വീകരിക്കാതെ ഉറക്കം തൂങ്ങുകയാണ് അധികാരികൾ. ശീതീകരിച്ച മുറിയിൽ സെമിനാറും ബോധവൽക്കരണ ക്ലാസുകളും പൊടിപിടിക്കുമ്പോഴും നഗരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാലിന്യങ്ങൾ നിറയുകയാണ്. പൊടിപിടിച്ച ഇൻസിനേറ്ററും മാലിന്യ സംസ്കരണ യന്ത്രങ്ങളുമെല്ലാം നോക്കുകുത്തിയാവുമ്പോൾ നടപടിയെടുക്കേണ്ടവർ കയ്യും കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാഞ്ഞങ്ങാട്ടെ മാലിന്യ സംസ്കരണത്തിന്റെ നല്ല കാഴ്ചകൾ കാണേണ്ടവർ മത്സ്യ മാർക്കറ്റിലേക്ക് വരിക. ചീഞ്ഞളിഞ്ഞതും ദുർഗന്ധഭൂമിക്കുന്നതുമായ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് സ്ഥലം വിടുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ചീഞ്ഞളിഞ്ഞതും ദുർഗന്ധഭൂമിക്കുന്നതുമായ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് സ്ഥലം വിടുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. രോഗം സമ്മാനിക്കുന്ന മാലിന്യങ്ങളുടെ നാറ്റവും രോഗാണുപ്രസരണവും സഹിച്ചു കഴിയുകയാണ് പരിസരത്തെ വ്യാപാരികൾ. ഇരുളിന്റെ മറവിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നടപടിയെടുക്കാൻ ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല. മത്സ്യ മാർക്കറ്റിന് സമീപത്തെ മാലിന്യ നിക്ഷേപം തടയാൻ നടപടി വേണമെന്നാണ് പരിസരവാസികൾ ആവശ്യപ്പെടുന്നത്. കൊതുകിന്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. പുറമേയുള്ള ആൾക്കാർ മുഴുവൻ വേസ്റ്റ് കൊണ്ടിടുന്നത് ഈ ഭാഗത്താണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ തീരെ ഇരിക്കാൻ കഴിയുന്നില്ല. രാത്രിയെല്ലാം ഭയങ്കര കൊതുകിന്റെ ശല്യം. അങ്ങനെ സ്ഥലം കാലിയായിട്ട് കിടക്കണ കാരണം പുറമേയുള്ള ആൾക്കാരെല്ലാവരും കൊണ്ടിടുന്ന വേസ്റ്റ് ഇടുന്നൊരു സ്ഥലമായി മാറി. ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ മഴവെള്ളത്തിൽ പടർന്ന് നാലുപാട് മുഴുകുന്ന കൂടുതൽ രോഗം പടരാൻ ഇടയാക്കും. നിത്യേന ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരവും മാർക്കറ്റും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഡെങ്കിപ്പനി പടരുന്നത് വ്യാപകമായതോടെ മാലിന്യ നിക്ഷേപം തടയാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. രോഗം പടർത്തുന്ന സാഹചര്യങ്ങൾ ഒരുക്കി തൊഴിൽപ്പുറത്ത് നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കാഞ്ഞങ്ങാടിന്റെ മാത്രം പ്രത്യേകതയാവുകയാണ്. ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച് KSU ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം KSU ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ ആകമാനം അവരുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു വേദിയാക്കി മാറ്റുവാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് നടന്നു വരുന്നത്. കേവലം 1 വർഷം മാത്രമായ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്ന നാളുകൾ മുതൽ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, യൂണിവേഴ്സിറ്റിക്കകത്ത്, അതുപോലെയുള്ള നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് BJPയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കുവാനുള്ള ആസൂത്രിത ശ്രമം എന്ന നിലയിൽ ആ സ്ഥാപനങ്ങൾക്കകത്ത് അവരുടെ സെൽപ്പണിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് യോഗ്യതയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് BJP അനുഭാവികളായ ആളുകളെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഭരണസാരഥ്യത്തിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഗോകുൽ ഇരിയ അധ്യക്ഷനായി. രാഹുൽ രാംനഗർ, അഖിൽ അയ്യങ്കാവ്, സിദ്ധാർത്ഥ്, ദീപു കല്യോട്ട്, VV സുഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി VHSC മേഖലയിലെ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യം KSTA ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ഹയർ സെക്കൻഡറി VHSC മേഖലയിലെ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി വേണമെന്ന് KSTA ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി VHSC മേഖലകളിലെ അധ്യാപകരുടെ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. KSTA നേതൃത്വത്തിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം K രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കുമെന്ന് ഗവൺമെന്റിന് നന്നായി അറിയാം, നമുക്ക് നന്നായി അറിയാം. പക്ഷേ സ്കൂൾ തുറക്കുമ്പോൾ ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട്. അതിപ്പോൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളിക്കൂടങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ ചേർക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് തുടങ്ങുമ്പോഴോ
എന്തൊക്കെ വേണമെന്നുള്ള വലിയ ആവലാതിയിലായിട്ട് നമ്മുടെ വീട്ടുകാർ, കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വലിയ വേവലാതിയിലായി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി. അത്തരമൊരു ഒരുക്കം സാധാരണഗതിയിൽ ഡിപ്പാർട്ട്മെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ്റും സാധാരണയായി ഒരുങ്ങാറുണ്ട്. ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി. പി രവീന്ദ്രൻ, പി എസ് ബിജുരാജ്, പി ദിലീപ് കുമാർ, കെ വി രാജേഷ്, ലളിത, എ പവിത്രൻ, എ കെ സദാനന്ദ, സി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മികവിന്റെ പ്രദർശനവും സ്നേഹവും പങ്കിട്ട പെരിയ മഹാത്മാ ബഡ് സ്കൂളിൽ 4ാം വാർഷികാഘോഷം നടന്നു. മാതൃസംഗമവും സംഘടിപ്പിച്ചു. വിജയകഥകൾ പങ്കുവച്ച് മഹാത്മാ ബഡ് സ്കൂൾ വാർഷികാഘോഷം നടന്നു. വിഷമഴ പെയ്ത പുല്ലൂർ പെരിയയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുട്ടികളാണ് ഇവിടെ പഠനം നടത്തുന്നത്. വൈകല്യങ്ങളെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരുടെ ഒത്തുകൂടലിനുള്ള വേദിയായി മഹാത്മാ ബഡ് സ്കൂൾ വാർഷികാഘോഷം മാറുകയുണ്ടായി. ബഡ് സ്കൂളിലെ പഠനം മക്കളിലുണ്ടാക്കിയ മാറ്റങ്ങൾ രക്ഷിതാക്കൾ അനുഭവം പങ്കുവെക്കുന്ന വേദിയിൽ വിവരിക്കുകയുണ്ടായി. വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പടടുക്ക, കുറ്റിക്കോല്, പള്ളിക്കര, ഉദുമ, അജാനൂർ പോലുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ഈ ബഡ്സ് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അവർക്കിപ്പോൾ ഇവിടെ എത്തിപ്പെടാനുള്ള വാഹന സൗകര്യം ഇല്ല. നമുക്ക് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ വാഹനം ഇപ്പോൾ രാവിലെ 7 മണിക്ക് എടുത്താൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വളരെ വളരെ ഉൾപ്രദേശങ്ങളിൽ എല്ലാ കുട്ടികളെയും എടുത്ത് സ്കൂളിലേക്ക് 10 മണിക്ക് എത്തിക്കാനുള്ള വലിയ ഒരു ബുദ്ധിമുട്ട്, പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള വാഹനം പുറത്തേക്ക് വരാൻ നമുക്ക് സാധിക്കാത്തത്. ഇത് ഞാൻ ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചെയർമാൻ ശ്രദ്ധയിൽ ഈ സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് ജീപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കല്യാണി അധ്യക്ഷയായി. കുടുംബശ്രീ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക, വിജയൻ, വാർഡംഗങ്ങളായ വിനോദ് കുമാർ പള്ളയിൽ വീട്, എ വി നാരായണൻ, എം ജെ ലത, പി മാധവൻ, ഡോക്ടർ മുഹമ്മദ് അഷീൽ എന്നിവർ സംസാരിച്ചു. പി ടി എ പ്രസിഡന്റ് മുസ്തഫ പാറപ്പള്ളി സ്വാഗതവും പ്രിൻസിപ്പൽ ദീപ പേരൂർ നന്ദിയും പറഞ്ഞു. തുടർന്ന് മാതൃസംഗമവും നടന്നു. ഡോക്ടർ മുഹമ്മദ് അഷീലുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. അമ്മമാരുടെ തിരുവാതിരയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണമെന്ന ആവശ്യം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന ധർണ നടത്തി. വിദ്യാഭ്യാസ സർവീസ് മേഖലകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങി. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സും സർവീസ് സംഘടന സമരസമിതിയുടെയും നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മാന്തോപ്പ് മൈതാനിയിൽ നടന്ന ധർണ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ മുമ്പാകെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ അതിനെ നോട്ടീസ് കൊടുക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ സർക്കാരിന് ഒരു കുലുക്കവുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സമരത്തിന് സന്നദ്ധരായി വരുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് മാത്രമാണ് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ദിവസത്തെ ശമ്പളം കൊടുക്കാതിരിക്കാൻ എങ്ങനെ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ബന്ധപ്പെട്ട സംഘടനാ നേതാക്കളുമായി കൂടിയാലോചന നടത്താനോ കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ താൽക്കാലിക ആശ്വാസ നടപടികൾ സ്വീകരിക്കാനോ ഇടക്കാല ആശ്വാസം നൽകാനോ ഒന്നും സന്നദ്ധമാകുന്ന സാഹചര്യമല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയും. മണിരാജ് അധ്യക്ഷനായി. പി ഡി ശ്രീദേവി, വി നാരായണൻ, ടി പി ഉഷ, കെ സതീശൻ, ടി വി ഗംഗാധരൻ, എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെരിച്ചൽ പ്രദേശത്തെ വഴിവിളക്കുകൾ നന്നാക്കണമെന്നാവശ്യം. ഡിവൈഎഫ്ഐ മുച്ചിലോട്ട് യൂണിറ്റ് സമ്മേളനത്തിന് സമാപനം. ചെരിച്ചൽ പ്രദേശത്തെ തെരുവു വിളക്കുകൾ നന്നാക്കാൻ നടപടിയെടുക്കണമെന്ന് ഡിവൈഎഫ്ഐ മുച്ചിലോട്ട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. വഴിവിളക്കുകൾ കണ്ണടച്ചതോടെ കാൽനടയാത്ര പോലും ദുരിതമായിരിക്കുകയാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. സമ്മേളനം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് അഴിമതിക്കെതിരെയുള്ള ക്യാമ്പയിനാണ്, ആൾദൈവങ്ങൾക്കെതിരെയുള്ള ക്യാമ്പാണ്, വർഗീയതയ്ക്കെതിരെയുള്ള ക്യാമ്പയിനാണ്, തൊഴിലില്ലായ്മക്കെതിരെയുള്ള ക്യാമ്പയിനാണ്, വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന അരാജകത്വത്തിനെതിരെയുള്ള ക്യാമ്പയിനാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഈ 2015 35 വർഷക്കാലം കൊണ്ട് ഡിവൈഎഫ്ഐ ഈ കേരളത്തിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം കൊണ്ടുവരികയും അതിന്റെ എല്ലാം ഭാഗമായിട്ട് ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങളെല്ലാം ഈ കേരളത്തിനകത്ത് നടത്തുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. SSLC +2 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബി ജിനേഷ് അധ്യക്ഷനായി. വാർഡംഗം ലക്ഷ്മി, CPIM ലോക്കൽ കമ്മിറ്റി അംഗം രാഘവൻ, വിശ്വനാഥൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഫവാസ് സ്വാഗതം പറഞ്ഞു. സ്നേഹപൂർവ്വം സുപ്രഭാതം ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു.
സുപ്രഭാതം ദിനപത്രം വായനക്കാരിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി തുടങ്ങിയത്. സുപ്രഭാതം ദിനപത്രത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സ്നേഹപൂർവ്വം സുപ്രഭാതം പരിപാടി തുടങ്ങി. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇന്നത് മാറിയിട്ട് ജനറൽ അവയർനെസ് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി വരെയുണ്ട്. അത് കഴിഞ്ഞ് പല മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറെടുക്കേണ്ടതുണ്ട്. ആ അവസരത്തിലെല്ലാം ഈ വായനാശീലം നിങ്ങളെ എത്രത്തോളം സഹായിക്കും എന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. വെറുതെ നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ മാർക്ക് കിട്ടിയാൽ മാത്രം പോരാ. ഏത് പരീക്ഷ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അതിൽ ഒരു സബ്ജക്റ്റ് ജനറൽ അവയർനെസ് ആയിരിക്കും. ഈ ജനറൽ നോളജ് ഇപ്പോൾ പറയാറുള്ളൂ, ജനറൽ അവയർനെസ്. കണ്ണൂർ ബ്യൂറോ ചീഫ് TK ജോഷി പദ്ധതി വിശദീകരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയായി. യൂണിറ്റ് ചീഫ് അഹമ്മദ് തെർലായി, മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് ചെയർമാൻ ഡോക്ടർ പാലക്കി കുഞ്ഞഹമ്മദ്, OV മോഹനൻ മാസ്റ്റർ, സലൂദ് നിസാമി, ഹെഡ്മാസ്റ്റർ PV ജയരാജൻ, താജുദ്ദീൻ ദാരിൻ, PTA പ്രസിഡന്റ് അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ BMS ഉപജീവനത്തിന് അന്നം തേടുന്നവരെ വഴിയാധാരമാക്കരുതെന്ന ആവശ്യം. ഇതിൽ പ്രതിഷേധിച്ച BMS പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ സമരം നടത്തി. കാസർഗോഡ് ടൗണിൽ വഴിയോര വാണിഭം നടത്തി ഉപജീവനം കഴിക്കുന്ന അവശരും വൃദ്ധരും മറ്റു തൊഴിൽ മേഖലയിൽ ഏർപ്പെടാൻ സാധിക്കാത്തവരുമായ തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കണമെന്നും വഴിവാണിഭക്കാരുടെ പുനരധിവാസത്തിനായി അവർക്ക് കച്ചവടം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഇടം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഭാരതീയ മസ്ദൂർ സംഘിന്റെ ധർണ. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം BMS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരനെ ഭക്ഷണം വാങ്ങിക്കഴിക്കണമെങ്കിൽ തട്ടുകടയിലാണ് പോകുന്നത്. കാസർഗോഡ് നഗരസഭയിലെ പല ഉദ്യോഗസ്ഥന്മാരും തൊട്ടടുത്ത തട്ടുകടയിൽ പോയി ചായ കുടിക്കുന്ന നിത്യ കാഴ്ചയാണ്. അങ്ങനെയുള്ള കാഴ്ചയുടെ സമയത്താണ് ടൗണിൽ കച്ചവടം നടത്തുന്ന സാധാരണക്കാരനെ കുടിയിറക്കാൻ വേണ്ടി ഇവിടുത്തെ അധികാരികൾ ഓടുന്നു നിൽക്കും. ഒരു ജില്ലയിലെ ഉന്നത അധികാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പല അധികാരികളെയും ബന്ധപ്പെട്ടു. അപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാനിട്ട ഷർട്ട് 500 രൂപയ്ക്ക് വാങ്ങിച്ച ഷർട്ടാണ് ഡൽഹിയുടെ മാർക്കറ്റിൽ നിന്ന്. അതൊരു കടയിൽ പോയി വാങ്ങിച്ചാൽ അതിന് 1500 2000 രൂപ വരുന്ന ആ ഷർട്ടിന് വഴിയോര കച്ചവടക്കാരെന്ന് ഞാൻ വാങ്ങിച്ചത് 500 രൂപയ്ക്കാണ്. അത് ഭാരതത്തിലെ മുഴുവൻ അധികാരികൾക്കും അറിയാൻ. BMS മേഖലാ പ്രസിഡന്റ് K നാരായണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ, ജോയിന്റ് സെക്രട്ടറി വിശ്വനാഥൻ A കേശവ, M റഫീഖ്, ദിനേശ്, രബീഷ്, B ശശിധരൻ, അശോകൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. രോഗചികിത്സയ്ക്കൊപ്പം ശിശുക്കളുടെ നിത്യജീവിത പ്രശ്നങ്ങളിലും സഹായമേകി ശിശുരോഗ വിദഗ്ധരുടെ സംഘടന. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് ജില്ലാ ഘടകമാണ് വിവിധ സാമൂഹിക സേവന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഈ ആദർശ ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഒരു ദേശീയ തലത്തിലെടുത്ത തീരുമാനമാണ്. അതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാടിലെ IAPയുടെ ബ്രാഞ്ച്, കുട്ടികളുടെ ഡോക്ടർമാരുടെ സംഘടന, നമ്മുടെ ഈ കരുത്തളം പഞ്ചായത്തിലെ 15ഓളം കുട്ടികൾക്ക് ആവശ്യമായ സ്കൂൾ യൂണിഫോം, സ്കൂൾ ബാഗ്, മറ്റ് പഠനോപകരണങ്ങൾ ഇന്നത്തെ ഈ ഒരു വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട MP-യുടെ സാന്നിധ്യത്തിൽ വെച്ച് കൊടുക്കുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 15ഓളം കുട്ടികൾക്ക് യൂണിഫോമും പഠനോപകരണങ്ങളും നൽകിയാണ് ഇവർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കരിന്തളം കോയിത്തട്ട കുടുംബശ്രീ ഹാളിൽ P കരുണാകരൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിന്തളം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്ത നിർധന കുടുംബങ്ങളിൽപ്പെട്ടവർക്കാണ് സഹായം നൽകിയത്. കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് K ലക്ഷ്മണൻ അധ്യക്ഷനായി. IAP ജില്ലാ സെക്രട്ടറി ഡോക്ടർ V സുരേശൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ പ്രവീൺ അറോറ, ഡോക്ടർ K വേണുഗോപാൽ, ഡോക്ടർ ജോസ് എന്നിവർ സംസാരിച്ചു. പടന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സംഘടിപ്പിച്ച രോഗിബന്ധു സംഗമം വേദന മറന്നുള്ള ആഘോഷമായി. പടന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ഇത്തിരിവട്ടം എന്ന പേരിൽ കിടപ്പിലായവരും നിർധനരായ രോഗികളും കുടുംബാംഗങ്ങളും ഒത്തുകൂടിയത്. 230 രോഗികൾ സംഗമത്തിലെത്തി. പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ കിറ്റ്, വാഹന സൗകര്യം, വീൽചെയറുകൾ, വാട്ടർ ബെഡുകൾ, കിടപ്പിലായവരെ വീട്ടിലെത്തി പരിചരണം, വിദഗ്ധ ചികിത്സയ്ക്കുള്ള സഹായം എന്നിവ നൽകുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ ചെയർമാനും മെഡിക്കൽ ഓഫീസർ വിക്രം കൺവീനറുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രവാസികളും സന്നദ്ധ സംഘടനകളും പിന്തുണയുമായുണ്ട്. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കലാ സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാരികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടുന്ന സ്ക്വാഡുകൾ വീട്ടിലെത്തി പരിചരണം നൽകുന്നു. വാർഡ് തലത്തിലും വിവിധ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സംഗമം പടന്ന
മഹിമ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. വളരെ മികച്ച പ്രവർത്തനങ്ങളാണ്. ഓരോ വർഷവും അതിനാവശ്യമായ ഫണ്ട് നീക്കി വെക്കുമ്പോൾ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടി തൊട്ടടുത്ത വർഷം കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നതിനടക്കം പഞ്ചായത്തുകൾ ശ്രദ്ധിക്കുന്നു. അത് പഞ്ചായത്തുകൾ ഫണ്ട് പൂർണ്ണമായും വെക്കുന്നു എന്നതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതായി വന്നിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തെ മാർഗരേഖയിൽ ജില്ലാ പഞ്ചായത്തുകൾക്കും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആവശ്യപ്പെടുന്ന പഞ്ചായത്തുകൾക്ക് തുക നീക്കി വെക്കാനായി ഇത്തവണ ജില്ലാ പഞ്ചായത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയുന്ന പോലെ തന്നെ ഇപ്പോൾ മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്കറിയാം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരില്ല, മറ്റെല്ലാ ജീവനക്കാരുടെയും എണ്ണം ഒരു 35-40% എല്ലാ ഇടങ്ങളിലും കുറവാണ്. കാർഷിക മേഖലയിൽ നിന്ന് കൃഷി, ആരോഗ്യ വകുപ്പ്, അതോടൊപ്പം സാമൂഹിക ക്ഷേമ രംഗത്ത്, എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ രംഗത്തും 35-40% ജീവനക്കാരുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് C കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. PC സുബൈദ, P കുഞ്ഞമ്പു, PV മുഹമ്മദ് അസ്ലാം, TMC കുഞ്ഞബ്ദുള്ള, PK അബ്ദുൽ റഹൂഫ് ഹാജി, K കുഞ്ഞികൃഷ്ണൻ, ഷിനി ശേഖർ എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ വിക്രം സ്വാഗതവും ഷാർമിള നന്ദിയും പറഞ്ഞു. പട്രുമാൽ ഫെയിം സുഹൈൽ മെട്ടമിലിന്റെ കലാപരിപാടിയും PP കുഞ്ഞികൃഷ്ണന്റെ നാടൻ പാട്ടും അരങ്ങേറി. രോഗികളും ബന്ധുക്കളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചെർക്കള സെക്ഷൻ പരിധിയിലെ വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തം. യൂത്ത് ലീഗ് പ്രവർത്തകർ ധർണാ സമരം നടത്തി. ചെർക്കള സെക്ഷൻ 3ആയി വിഭജിക്കുക, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒഴിവ് നികത്തുക, പുതുതായി സ്ഥാപിച്ച ട്രാൻസ്ഫോമറുകൾ അടിയന്തരമായി കമ്മീഷൻ ചെയ്യുക, ഉപഭോക്താക്കളിൽ നിന്നും അനാവശ്യ ഡെപ്പോസിറ്റുകൾ വാങ്ങുന്നത് ഒഴിവാക്കുക, ജീവനക്കാരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിന് തദ്ദേശീയർക്ക് മുൻഗണന നൽകുക, അകാരണമായി മുന്നറിയിപ്പ് കൂടാതെയുള്ള കറന്റ് കട്ട് അവസാനിപ്പിക്കുക, ഉപഭോക്തൃ സേവനം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഓഫീസ് ജനങ്ങളുടെ കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം വികാരപരമായ സമീപനം സ്വീകരിച്ചാൽ അവശ്യ വസ്തുവായ വൈദ്യുതി എങ്ങും കിട്ടാതെ ജനജീവിതം ദുസ്സഹമാകുന്ന പ്രയാസകരമായ അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാകും. അത് മാറ്റിയെടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് യാഥാർത്ഥ്യത്തോടുകൂടി നിർവഹിക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ചെർക്കള അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ചെങ്കള പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സന്തോഷ് നഗർ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് BK അബ്ദുസമദ്, യൂത്ത് ലീഗ് ചെങ്കള ട്രഷറർ CT റിയാസ്, യൂത്ത് ലീഗ് ആക്ടിംഗ് പ്രസിഡന്റ് മാലിക് ചെങ്കള, ഹാരിസ് പട്ല, നാസർ ചായൻഡടി, ഹാരിസ് തായൽ, കബീർ ചെർക്കള, ഹാഷിം ബംബ്രാണി, PTA റഹ്മാൻ, ഇബ്രാഹിം നെല്ലിക്കട്ട, ബഷീർ നാൽത്തടുക്ക എന്നിവർ സംസാരിച്ചു. തുടർച്ചയായുള്ള വൈദ്യുതി മുടക്കത്തിനെതിരെ വ്യാപാരികൾ ധർണാ സമരം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുളിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം. ചെർക്കള സെക്ഷന്റെ പരിധിയിൽ വൈദ്യുതി മുടക്ക് പതിവാകുന്നു. 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് വൈദ്യുതി ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടുമെങ്കിലും നീണ്ട മണിക്കൂറുകളോളം വൈദ്യുതി ലഭിക്കാറില്ല. ഇത് പ്രദേശവാസികളെയും കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു. മുളിയാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും ബോവിക്കാനത്തും തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പൂർണ്ണമായും പരിഹരിക്കുക, ബോവിക്കാനം ആസ്ഥാനമായി വൈദ്യുതി സെക്ഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുക, കൂടുതൽ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ച് മുളിയാറിലെ വോൾട്ടേജ് പ്രശ്നത്തിന് പരിഹാരം കാണുക, മുളിയാറിനോടുള്ള വൈദ്യുതി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോസ് തയ്യിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കുടിശ്ശികയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 3000 കോടി രൂപയാണ് കഴിഞ്ഞ കൊല്ലം ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുക്കാനുള്ളത്. നിങ്ങളുടെ ആരുടെയും കടയിൽ ഒരു ബില്ല് അടച്ചില്ലെങ്കിൽ ഇവർ ഉടനെ വന്നിട്ട് ഫീസ് ഈ ഉദ്യോഗസ്ഥൻ പുരിയല്ലേ നിങ്ങളുടെ കടയിൽ വന്ന് ബില്ലടച്ചില്ലെങ്കിൽ ഇവർ ഉടനെ വന്നിട്ട് നിങ്ങളുടെ ഫീസ് ഊരിയിട്ട് പറയും ബില്ലടച്ചില്ല, ബില്ലടച്ചിട്ട് കൊണ്ടത് കാണിച്ചാൽ ഫീസ് കൊണ്ടത് കിട്ടിത്തരാന്ന് പറയും. അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് നിയമം നടപ്പിലാക്കുന്ന ഈ ബോർഡ് കേരളത്തിൽ 3000 കോടി രൂപ കുടിശ്ശിക പിടിച്ചു വെച്ചിരിക്കുന്നത്. വാട്ടർ സപ്ലൈ ഗവൺമെന്റ് സാധനമാണ്. നമുക്ക് വെള്ളം തരുന്ന വാട്ടർ സപ്ലൈ 254 കോടി രൂപ അടയ്ക്കാനുണ്ട്. ഗവൺമെന്റ് സെക്ടറുകളിൽ ഏതാണ്ട് 300 കോടി രൂപ അടയ്ക്കാനുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഏതാണ്ട് 450 കോടിയോളം പൈസ അടയ്ക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആര് പൈസ അടയ്ക്കുന്നത്? ബോവിക്കാനം യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PMM അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഹംസ ചോയ്സ് സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് ട്രഷറി ഭാസ്കരൻ ചേടിക്കാന നന്ദി പ്രകാശിപ്പിച്ചു. ചെർക്കള യൂണിറ്റ് പ്രസിഡന്റ് ഷരീഫ്, സെക്രട്ടറി അശോകൻ നമ്പ്യാർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. സർക്കാർ അനീതി കാണിക്കുന്നുവെന്ന ആക്ഷേപം. 29-ന് സംസ്ഥാനത്ത് ഹോട്ടൽ പണിമുടക്ക്. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
ഹോട്ടൽ ഭക്ഷണത്തിന് വില ഏകീകരണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് ഹോട്ടലുകൾ അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഇങ്ങനെ ഒരു നിജപ്പെടുത്തിയ ഒരു വിലയില്ല. ഞങ്ങൾ ഇന്നൊക്കെ മാർക്കറ്റ് പോകുമ്പോൾ ഇന്നലെ മാർക്കറ്റ് പോകുമ്പോഴുള്ള വിലയല്ല ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഒരു യാതൊരു ഇത് ഇല്ലാതെ ഞങ്ങൾ മാത്രം ആ ഒരു റേറ്റിന് പോകണം എന്ന് പറയുമ്പോൾ അതൊരു പൊരുത്തപ്പെടാത്തൊരു സംഗതിയാണ്. അതിന് ഞങ്ങൾ ഈ സമര മാർഗങ്ങൾ ഈ 29-ന് സെക്രട്ടറി നാളിൽ ധർണയുണ്ട്. വില ഏകീകരണം കൊണ്ടുവന്നാൽ ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധിയിലാകും. ഇത് പാക്കറ്റ് ഭക്ഷണങ്ങൾക്ക് വഴി തുറക്കും. തട്ടുകടയിലടക്കം ആരോഗ്യത്തിന് അപകടകരമായ ഭക്ഷണ സംസ്കാരം നിലവിലുണ്ടായിട്ടും സർക്കാർ നടപടികൾ എടുക്കുന്നില്ല. പകരം ചെറുകിട കച്ചവടക്കാരുടെ കഴുത്തറുക്കുന്നു. മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാതെയാണ് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില ഏകീകരിക്കാനായി സർക്കാർ തീരുമാനിക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC ബാവ, ജില്ലാ സെക്രട്ടറി നാരായണൻ പൂജാരി, വർക്കിംഗ് പ്രസിഡന്റ് N അബ്ദുള്ള, ജില്ലാ ട്രഷറർ KH അബ്ദുള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് AK ബഷീർ എന്നിവർ സംസാരിച്ചു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രോഗപ്രതിരോധ മരുന്ന് വിതരണവും നടന്നു. ലിറ്റിൽ ലില്ലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മടിക്കൈ പബ്ലിക് ലൈബ്രറി, IHK എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ രോഗപ്രതിരോധ ക്ലാസും മരുന്നുകളുടെ വിതരണവും നടന്നു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭയങ്കരമായ രീതിയിൽ ഏറ്റവും ഭയാനകമായ രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് വാർത്തയിൽ തന്നെ 6ഓളം പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു എന്ന് കാണാൻ പറ്റും. ഇന്നലെ രാത്രി ചാനൽ കണ്ടവർ ചിലപ്പോൾ വാർത്തയിൽ കാണാം. കാസർഗോഡ് താലൂക്ക് ആസ്പത്രിയും അതുപോലെ തന്നെ തെക്കൻ ഭാഗങ്ങളിലുള്ള ആസ്പത്രികളിലൊക്കെ തന്നെ പനി കൊണ്ട് രോഗികൾ നിറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടി ഡോക്ടർമാർ കഴിയാത്ത അവസ്ഥയിലേക്ക് ആസ്പത്രിയും പരിസരവും തിങ്ങി നിറഞ്ഞ് കിടക്കാൻ ഇടമില്ലാത്ത രീതിയിൽ വളരെ പ്രയാസപ്പെടുന്ന ഒരു അനുഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ആ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നത് നാം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. അമ്പലത്തറ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി M നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. ഡോക്ടർ MS പീതാംബരൻ രോഗപ്രതിരോധ ക്ലാസ് എടുത്തു. V ചന്തുഞ്ഞി, NJ സുമേഷ്, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ലിറ്റിൽ ലില്ലി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകൻ K രാജൻ മാസ്റ്റർ സ്വാഗതവും രജനി ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ 1ാം റാങ്ക് തിളക്കവുമായി അവിനാശ്. കുമ്പള നാരായണമംഗലം സ്വദേശിയായ അവിനാശിന് ഇലക്ട്രോണിക് എഞ്ചിനീയർ ആകാനാണ് താൽപര്യം. രാജ്യം നേരിടാൻ പോകുന്നത് കടുത്ത വരൾച്ചയായിരിക്കുമെന്ന് CPCRI ഡയറക്ടർ ഡോക്ടർ ചൌഡപ്പയുടെ മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായി ഡോക്ടർ ചൌഡപ്പ. ബോധവൽക്കരണം കെട്ടുകാഴ്ചയാകുന്നു. കാഞ്ഞങ്ങാട് നഗരത്തിൽ മറയില്ലാതെ മാലിന്യം നിക്ഷേപിക്കുന്നു. നഗരം ഡെങ്കിപ്പനി ഭീതിയിൽ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണം നടക്കുന്നതായി KSU. പ്രവർത്തകർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹയർ സെക്കൻഡറി VHSE മേഖലയിൽ അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. KSTA ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വേദനകൾ മറന്ന് വൈകല്യങ്ങളെ തോൽപ്പിച്ച ബഡ് സ്കൂൾ കുട്ടികൾ. വിജയകഥകൾ പങ്കിട്ട പെരിയയിൽ മഹാത്മാ ബഡ് സ്കൂൾ വാർഷികാഘോഷം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.